ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ മെത്തേഡുണ്ട്, FMS എന്ന് പറയും. ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഈ പോസസ് ഒക്കെ ഞാൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് പോയാൽ നാളെ എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. എൻ്റെ കയ്യിൽ ഒരു 20 പോസ് പഠിച്ചു പോയാൽ അവിടുന്ന് ഫോട്ടോഗ്രാഫർ ഫ്ലാഷ് ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് പോസ് കൊടുക്കാൻ പറ്റും. അപ്പം ഞാനും നീ മോഡലാണ്, ഞാൻ ആലോചിക്കാം ഇതിനെ വിളിക്കുന്നത്, അതിന് ഇവനെ ചതിക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും നല്ല പോസ് ചെയ്ത ഫോട്ടോ എടുക്കും. അങ്ങനെയില്ല, എല്ലാ പോസസ് നല്ലതാണ്, അങ്ങനെ ഒരു പോസ് ഇല്ല. ബിൻഷ വീട്ടിൽ നിന്ന് തിരിച്ചു പോയിട്ട് ബിൻഷ ഡോർ തുറന്നപ്പോൾ ബിൻഷയുടെ ബ്രദർ തുണിയൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. ഒരു ഡ്രസ്സും ഇല്ലാതെ അവൻ ഇങ്ങനെ കിടക്കുക. ബിൻഷ എന്താ ചെയ്യും? നീ എന്തിനാ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നേ? ഈ മനസ്സിലുള്ളത് പുറത്തു വരുന്ന പറയും, അത്രയും. ഒരുപാട് പേരുണ്ടാവും മോഡലിംഗ് ഇഷ്ടപ്പെടുന്നവർ, മോഡലാകാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ ആദ്യം ആ മോഡൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു മോഡലാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസ്, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യുക എന്നുള്ളതായിട്ട് നല്ലത്. ഇപ്പോൾ അതുൽസ് അക്കാഡമി തന്നെ വേണമെന്നൊന്നുമില്ല, ഞാൻ എൻ്റെ അക്കാഡമി തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നില്ല. ഏതെങ്കിലും ബെറ്റർ അക്കാഡമി പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ അക്കാഡമിയിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്ര ഷൂട്ടുകൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ മോഡലിംഗ് ട്രെയിനിങ് മാത്രമല്ല നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഓക്കെ, ഇഫ് യു വാണ്ട് ടു ബിക്കം എ മോഡൽ, നിങ്ങളിപ്പം അടുത്താണ് ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് ഫോട്ടോഷൂട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നിങ്ങളുടെ കണ്ടമാനം ഫോട്ടോസ് എടുക്കണം. ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സിന് നിങ്ങളെപ്പോലെ തന്നെ ബിഗിനറായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരുണ്ടാവും നിങ്ങളുടെ കൂടെ. ഇപ്പം ഞാൻ വളരുമ്പോൾ എൻ്റെ കൂടെ വളരുന്ന കുറച്ച് പേരുണ്ട്. എൻ്റെ കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം അന്ന് ഫോട്ടോഗ്രാഫറായിരുന്നു, അന്ന് സ്റ്റാർട്ട് ചെയ്ത ഫോട്ടോഗ്രാഫേഴ്സ്, ഇന്ന് അവരും സക്സസ് ആയി, ഞാനും സക്സസ് ആയി. സോ അതുപോലെ അവർക്ക് വേണ്ടത് മോഡലിനാണ്. അപ്പോൾ നിങ്ങൾ അവനെ വിളിക്കുക, എടാ മച്ചാ ഫോട്ടോഗ്രാഫി ഫോട്ടോ എടുക്കാൻ പറയാം, ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മെയിൽ മോഡലാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡിംഗ് ഒക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെ ഫിറ്റ്നസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ ജിം പോവുക, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ജോ ലൈൻ വർക്ക് എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ, ജോ ലൈൻ വർക്കൗട്ട്സ് ചെയ്യണം, സ്കിൻ കെയർ ചെയ്യണം. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ മെത്തേഡുണ്ട്, FMS എന്ന് പറയും. ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ബേസിക് സ്കിൻ കെയർ എന്ന് പറയുന്നത്. ആദ്യം ഫേസ് വാഷ് യൂസ് ചെയ്ത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങളുടെ സ്കിന്ന് ഓയിലി സ്കിന്നാണോ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നാണോ ചെക്ക് ചെയ്തിട്ട് അക്കോർഡിംഗ് ടു ദാറ്റ് യു ഹാവ് ടു ചൂസ് സൺസ്ക്രീൻ. സോ ആ സൺസ്ക്രീൻ ഫേസ് വാഷ്, ആ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ഫേസ് വാഷ്, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അതിൻ്റെ മുകളിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇവിടെ അധികം ആൾക്കാരും കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ്. ഒരു സൺസ്ക്രീനിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 to 6 hours ആണ്. നമ്മൾ രാവിലെ 8 മണിക്കൊക്കെ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി എന്താ പറയുക, 9, 10, 11, 12, 1, 2 മണിയാകുമ്പോഴത്തേക്ക് സൺസ്ക്രീനിൻ്റെ കപ്പാസിറ്റി കഴിയും. അപ്പം ഈ സൺ ടാൻ മൊത്തം നമുക്ക് പണി കിട്ടും. സോ എപ്പോഴും നിങ്ങൾ രണ്ട് നേരം, അതായത് രാവിലെയും ഉച്ചയ്ക്കും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഇനി സൺസ്ക്രീൻ ഇല്ലാതെ ഓറൽ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട് സൺസ്ക്രീനിൻ്റെ. നിങ്ങൾ രാവിലെ ഒരു ഗുളിക എടുത്ത് കഴിച്ചാൽ അത് വൈകുന്നേരം വരെ സൺസ്ക്രീൻ പ്രൊട്ടക്ട് ചെയ്യും. ഔട്ടർ സ്കിന്നിൽ ഒരു ഷെല്ല് പോലെ വരുന്നത്. സോ സൺസ്ക്രീൻ, നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യുക. സെക്കൻഡ് വൺ, ബോഡി ഫിറ്റ്നസ്സിൽ ഫോക്കസ് ചെയ്യണം. ഫിറ്റ്നസ്സിന് ഒരു റൂളാണല്ലോ നമുക്ക്. ഇഫ് യു വാണ്ട് ടു കണ്ടിന്യൂ ദ കറൻറ്റ് ഫിറ്റ്നസ്, വർക്കൗട്ട് 2 days in a week. നിങ്ങൾ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ 2 ദിവസം വർക്കൗട്ട് ചെയ്യാം. ഇഫ് യു വാണ്ട് ടു ഡെവലപ്പ് ഫ്രം ദ കറൻറ്റ് സിറ്റുവേഷൻ, വർക്കൗട്ട് 5 to 6 days in a week. നിങ്ങൾക്ക് ഇത് ഞാൻ മാത്രമല്ല, വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. അവർക്ക് ആ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഴ്ചയിൽ 2 ദിവസം വർക്കൗട്ട് ചെയ്യുക. അതല്ല, ഇപ്പോഴത്തെ ഫിറ്റ്നസ് നിങ്ങൾക്ക് മാറണമെങ്കിൽ ആഴ്ചയിൽ 5-6 ദിവസം വർക്കൗട്ട് ചെയ്യുക വിത്ത് പ്രോപ്പർ ഡയറ്റ്. ഇനി വെയിറ്റ് ലോസ് ആണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. നിങ്ങൾക്ക് തടി കുറയ്ക്കണം ആണെങ്കിൽ നിങ്ങളുടെ ഡിന്നർ രാത്രി 6 മണിക്ക് മുന്നേ 7 മണിക്ക് മുന്നേ എടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 9 മണിക്ക് ശേഷം മാത്രം എടുക്കുക. ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ ഒരു 15 hours നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് കിട്ടും. നിങ്ങൾ ആകെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ബാക്കിയുള്ള 6-7 മണിക്കൂറാണ്. ജീവിതത്തിൽ 6-7 മണിക്കൂർ മാത്രം ഭക്ഷണം കഴിക്കുക, ബാക്കി സമയങ്ങളിൽ വെള്ളം കുടിക്കുക. ഇതാണ് ഏറ്റവും ബെറ്റർ മെത്തേഡ്. ഇത് പെട്ടെന്ന് തടി കുറയാൻ സഹായിക്കും. സോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്കിൻ കെയർ, രണ്ടാമത്തത് ഫിറ്റ്നസ്, മൂന്നാമത്തത് സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പം ഒരു മോഡലാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു മോഡലാണെങ്കിൽ ഒരുപാട് പോസസ് ചെയ്ത് പഠിക്കും. പോസസ്, കണ്ണാടിയുടെ മുന്നിൽ പോവുക, വെറുതെ നിൽക്കുമ്പോൾ അവിടെ ഒരു ക്യാമറ ഉണ്ടെന്ന് വിചാരിച്ചാൽ അതിന് പോസ് ചെയ്ത് 1, 2, 3, 4, 5, 6, 7 എക്സ്പ്രഷൻസ് ചേഞ്ച് ചെയ്ത് പഠിക്കുക. സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും റെസ്പെക്ട് കിട്ടും.
പിന്നെ രണ്ടാമത്തെ നെറ്റ്വർക്കിംഗ്. അതാണ് ഞാൻ പറഞ്ഞത്, വർക്ക് വിത്ത് ഡിഫറെൻറ്റ് ഫോട്ടോഗ്രാഫേഴ്സ്. പൈസ കൊടുത്തിട്ടാണെങ്കിലും ശരി, പല പല ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കൂടെ പോയിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രീമിയം ബ്രാൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രീമിയം ഫോട്ടോഗ്രാഫറുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയും. ഞങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. കാരണം പ്രീമിയം ഫോട്ടോഗ്രാഫേഴ്സിനാണ് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളെ പ്രീമിയം ബ്രാൻഡുമായിട്ട് പിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു വലിയ ബ്രാൻഡിന് അലൻസുള്ളിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഫോട്ടോഗ്രാഫർ എന്ന് ചോദിക്കാം, ഞാൻ പറയുകയാണ് എൻ്റെ ഒരു മോഡലുണ്ട് ബിൻഷ, ഷീസ് ഗുഡ് ആക്ച്വലി, നമുക്ക് പ്രിഫർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാൻഡിന് പെട്ടെന്ന് അങ്ങോട്ട് വേണ്ടാന്ന് നോക്കാൻ പറ്റില്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ കാസ്റ്റിംഗ് ഏജൻസി വഴി പോയിട്ട് ചെയ്യാന്നുള്ളത് ഏറ്റവും ബെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനാണ് സ്കിൻ കെയർ, ഹെയറും സ്കിന്നും ഒക്കെ അതിൽ പെടുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുന്നത്, നിങ്ങളുടെ സൗണ്ട്, വോയിസ് ഈസ് ദ അനദർ റെപ്രസെൻറ്റേഷൻ ഓഫ് യുവർ കോൺഫിഡൻസ് എന്ന് പറയും. നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ കോൺഫിഡൻസുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പം ഞാൻ ആലോചിക്കും, ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഹായ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ, അവിടെ എൻ്റെ ഇത് പോകും. സോ എപ്പോഴും നിങ്ങളുടെ വോയിസിൽ വർക്ക് ചെയ്യും, ശബ്ദത്തിൽ. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് അത്ര എളുപ്പമല്ല. ബാസ് സൗണ്ട് വേണമെന്നാണോ? അല്ല, ഒരു ഹാർഡ് സൗണ്ട്. നിങ്ങളുടെ പറയുന്നത് ക്ലിയർ ആയിരിക്കണം, ക്ലാരിഫൈഡ് ആയിരിക്കണം. അതിൻ്റെ കൂടെ കുറച്ച് ഹൈ പിച്ചിൽ സംസാരിക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നെങ്കിൽ ഞാനൊരു ആഡിലൊക്കെ ഹായ് ഹൗ യു, ഹൗ ഇസ് ഗോയിങ് എവറിത്തിങ്, അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിച്ചാൽ അത് നന്നായിരിക്കും. നിങ്ങളുടെ വോയിസിൽ എപ്പോഴും വർക്ക് ചെയ്യണം. അത് ആർട്ടിസ്റ്റ് ആണെങ്കിലും മോഡലാണെങ്കിലും എങ്ങനെ വോയിസിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. നമ്മളിപ്പം ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് നാളെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് അമ്മേനോട് ഹായ് അമ്മ ഹൗ യു എന്നൊക്കെ ചോദിച്ചാൽ അമ്മ വിചാരിക്കും എന്തോ മെൻ്റലായി എന്ന് വിചാരിക്കും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ, പുതിയ ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വോയിസിൽ വർക്ക് ചെയ്യാം. രണ്ടാമത്, നമ്മൾ വാട്സപ്പിലൊക്കെ വോയിസ് നോട്ട് അയക്കില്ലേ, ഈ വോയിസ് നോട്ട് അയക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഈ വോയിസ് നോട്ട് കേട്ടിട്ടുണ്ടോ, എന്തൊരു വൃത്തികേടായിരിക്കില്ല നമ്മുടെ സ്വന്തം ശബ്ദം അല്ലേ, ഇത് കേൾക്കുന്നത്. അപ്പം പക്ഷെ അത് കേൾക്കണം. അത് കേൾക്കുമ്പോൾ മാത്രമേ നമ്മുടെ ശബ്ദത്തിൽ എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം നിങ്ങളുടെ ആക്ച്വൽ സൗണ്ട് അല്ല. അപ്പൊ ഞാൻ പറയുമ്പോൾ ഞാൻ കേൾക്കുന്ന ശബ്ദമല്ലേ, ഇതെന്റെ ശരിയായ ശബ്ദമല്ല. ഇത് എന്റെ ബോഡിയുടെ ഒരു വൈബ്രേഷനൊക്കെ അതിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. മറ്റത് എയറിലൂടെ സഞ്ചരിച്ച് വേറൊരാൾ കേൾക്കൂലേ, അതാണ് ആക്ച്വൽ സൗണ്ട്. അത് നമ്മൾ വാട്സപ്പ് ഓഡിയോ കേട്ടാൽ മനസ്സിലാവും. അത് ശരിയാ, നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നതല്ല. അല്ല, അത് നിങ്ങൾ വാട്സപ്പ് ഓഡിയോ കേട്ടാൽ ഓക്കെ ഇതാണ് എന്റെ ശബ്ദം എന്ന് മനസ്സിലാവും. എന്നിട്ട് ആ വോയിസ് ഓക്കെ. അപ്പം ഇപ്പോൾ ഓഫീസിലൊക്കെ ഓഫീസിലോ ഓഫീസ് മെസ്സേജോ സ്ട്രേഞ്ചേഴ്സിനൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഹായ് സർ, ദിസ് ഈസ് കോളിംഗ് ഫ്രം അതുൽസ് അക്കാഡമി. സോ എൻ്റെ ശബ്ദം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൊനൗൺസിയേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ വോയിസിൽ എവിടെയാണ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഐഡിയാസാണ്. ഇങ്ങനെ ചെയ്യാം. ഇത് സംബന്ധിച്ച് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് ഏജൻസീസിന് പോയിട്ട് ഫേമസ് കാസ്റ്റിംഗ് ഏജൻസീസ് അടിച്ചാൽ മതി, ഗൂഗിളിലൊക്കെ ഒരുപാട് വരും. എന്നിട്ട് ആ കാസ്റ്റിംഗ് ഏജൻസീസിന് നിങ്ങളുടെ പ്രൊഫൈൽ അയച്ചു കൊടുക്കുക, കൊറിയോഗ്രാഫേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. എപ്പോഴും അപ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഡിഫറെൻറ്റ് കോസ്റ്റ്യൂം, ഡിഫറെൻറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ആ മോഡലും ഒരു ടീം വർക്കാണ്. അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്, കാസ്റ്റിംഗ് ഏജൻസീസ് ഉണ്ട്, സ്റ്റൈലിസ്റ്റ് ഉണ്ട്. ഇവരെല്ലാവരുമായിട്ടും നൈസായിട്ട് നിൽക്കുക. പിന്നെ ക്ലയൻറ്റിനെ ഡീൽ ചെയ്യുന്ന ഏറ്റവും വലിയ ജയിലാണ്. ഇപ്പം എനിക്ക് നാളെ ഷൂട്ടുണ്ട്. ഇപ്പം ഞാൻ അദാനി എയർപോർട്ട്, നെസ്റ്റോ, ലുലു ഇതിൻ്റെയൊക്കെ പരസ്യത്തിൽ അഭിനയിച്ച മോഡൽ ഒരു 60ഓളം ബ്രാൻഡിന് അഭിനയിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ബിഹേവിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, നിങ്ങൾക്കൊരു ഷൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തുന്ന പങ്ക്ച്വാലിറ്റി. ഇപ്പോൾ പറയും ഞാനിവിടെ എത്ത ലേറ്റ് ആയതല്ലേ, അതിവിടെ ശരിക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഒരു അരമണിക്കൂർ മുമ്പേ അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ക്ലയൻറ്റ് ഭയങ്കര ഹാപ്പി ആവും. അവിടെ ഉണ്ടല്ലോ, ടെൻഷൻ പകുതി കുറയും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമുക്ക് ഷൂട്ടിന് വിളിക്കും. നിങ്ങൾ ഷൂട്ടിന് വിളിക്കണം, ഇപ്പം എന്നെ വിളിക്കുക, ഹായ് അതുൽ ഷൂട്ടുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പൈസ എത്ര, അല്ലെ പേയ്മെൻറ്റ് എത്ര കിട്ടും, ഇങ്ങനെ ചോദിക്കാനേ പാടില്ല. പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കണം. നിങ്ങൾ വിളിക്കുകയാണ്, എന്നെ വിളിച്ച് ചോദിക്കും ഹായ് ഓക്കെ ഷൂട്ട് അവിടെ വെച്ചിട്ടാ, അപ്പോൾ ചോദിക്കും ഓക്കെ ഏതാ ബ്രാൻഡ് ചോദിക്കും, എത്ര ഔട്ട്ഫിറ്റ് ഉണ്ട്, എന്തിനാ ഔട്ട്ഫിറ്റ് അറിയുന്നത്, ഈ ഔട്ട്ഫിറ്റിനുള്ള പോസസ് ഞാൻ തലേന്ന് ഹോംവർക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ എനിക്ക് ട്രഡീഷൻ മുണ്ടാന്നിരിക്കും. ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ കൈ കൂപ്പുന്നത്, ഈ പോസസ് ഒക്കെ ഞാൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് പോയാൽ നാളെ എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. എൻ്റെ കയ്യിൽ ഒരു 20 പോസ് പഠിച്ചു പോയാൽ അവിടുന്ന് ഫോട്ടോഗ്രാഫർ ഫ്ലാഷ് അടിക്കുമ്പോൾ ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് പോസ് കൊടുക്കാൻ പറ്റും. അപ്പം ഫോട്ടോഗ്രാഫർ നോട്ട് ചെയ്യും, ഓക്കെ ഹീസ് ഗുഡ്, ഇവൻ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ പണിയില്ല. അപ്പം ഫോട്ടോഗ്രാഫേഴ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് ഏജൻസിനെക്കാട്ടും കൂടുതൽ ഷൂട്ട് തന്നിരിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സാണ്. അവരെ അടുത്തതിന് സജസ്റ്റ് ചെയ്യും, ഇങ്ങനെ ഒരു പയ്യനുണ്ട്, അവൻ കൊള്ളാട്ടോ, അവൻ്റെ ബിഹേവിയറും കൊള്ളാമെന്ന്. സോ അവിടെ പോയിട്ട് അധികം പ്രശ്നം ഉണ്ടാതിരിക്കുക, വലിയതായിട്ടൊന്ന് ഡിമാൻഡ് ചെയ്തിരിക്കുക. നിങ്ങൾ തന്നെ ചെറിയ സ്നാക്സ്, ഒരു ഷൂട്ടിന് പോകുമ്പോൾ ഇവിടുത്തെ എത്ര മോഡൽസ് സ്നാക്സ് കഴിക്കരുതെന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ ബാർ, ഇതൊക്കെ ഒരു പ്രൊഫഷണലിസമാണ്. പുറത്ത് പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്. വാട്ടർ ബോട്ടിൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോട്ടീൻ ബാർസ് ഉണ്ടാവും, ചെറിയ സ്നാക്സ് ഉണ്ടാവും. അവരാരെയും ഡിപ്പെൻഡ് ചെയ്യില്ല, അവരെന്നെ കഴിക്കും, ഫ്രീ ടൈമിൽ കഴിക്കും. അവർ മേക്കപ്പ് ചെയ്ത് സെറ്റായിട്ട് ഇങ്ങനെ കൂളായിട്ടിരിക്കും, സോങ് ഒക്കെ കേട്ടിരിക്കും, വിശന്നിരിക്കില്ല. ഇവിടെ മാത്രമാണ് ഇവിടെ ഷൂട്ടിന് പോകുമ്പോൾ അധികം മോഡൽസും കംപ്ലൈൻറ്റ് ചെയ്യുന്ന കേൾക്കുന്നതാണ്,
ഞങ്ങൾ അവിടെ പോയിട്ട് വിശന്നിരിക്കുകയായിരുന്നു വൈകുന്നേരം വരെ. ഞാൻ നിങ്ങൾ എന്തിനാ വിശന്നിരിക്കുന്നത്? ഒരു മോഡലിന്റെ ഉത്തരവാദിത്തമാണ് അവന്റെ ഫിറ്റ്നസ് കീപ്പ് ചെയ്യാന്നുള്ളത്. ഷോക്കിൽ പോയി രാത്രി 3 മണി വരെ ഫുഡ് കിട്ടിയില്ലെന്ന്. ഞാൻ പറഞ്ഞു സ്നാക്സ് ഒന്നും ഇല്ലേ, നിങ്ങളുടെ കയ്യിൽ കരുതണം. അത് മോഡലിന്റെ ഉത്തരവാദിത്തമാണ്. അവൻ വിശക്കാതിരിക്കുക അല്ലെങ്കിൽ അവൻ വിശന്നിരിക്കാതിരിക്കുക എന്നുള്ളത് ആ മോഡലിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവന് ടയർഡ് ആവരുത്, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. സോ അതുകൊണ്ടാണ് മോഡൽസ് വാട്ടർ ബോട്ടിൽ കീപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പോകുന്ന എല്ലാ സ്ഥലത്തും വാട്ടർ നല്ല ഹൈജീൻ ആയിട്ടുള്ള വെള്ളം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഒരു മോഡൽ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രോട്ടീൻ ബാർ, സ്നാക്സ് ഇവൻ്റെ കിറ്റിലുണ്ടാവേണ്ടതാണ്. സ്നാക്സ്, അതുപോലെ വാട്ടർ, പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വാച്ചസ്, ഓർണമെൻറ്റ്സ്, ഇതൊരു ചെയിന്, ഇയറിങ്സ്, ഇതൊക്കെ മോഡലിൻ്റെ കയ്യിലുണ്ടാവണം. അവർ തരും, പക്ഷേ നമ്മളെ ബെറ്റർ ആക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സോ എക്സ്പെൻസീവ് അല്ലല്ലോ. നിങ്ങൾ ഫസ്റ്റ് കോപ്പി സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും എടുത്താൽ മതി. ഇത് ഫോട്ടോയിൽ ഉണ്ടാവില്ല, ജസ്റ്റ് കാണി ഇത് ഫസ്റ്റ് കോപ്പി എന്നല്ല. ഫസ്റ്റ് കോപ്പി സാധനങ്ങൾ നിങ്ങൾ എടുത്താൽ മതി എവിടെ പോയാലും. സോ ഇത്തരം സാധനങ്ങൾ ഇപ്പോൾ ഇതുപോലെ കയ്യിൽ കിട്ടുന്നത്, ഓർണമെന്റ്സ് എപ്പോഴും കീപ്പ് ചെയ്യാം. ഇത് നിങ്ങളൊരു കളക്ഷൻ നിങ്ങൾ ഒറ്റയടിക്ക് 1,00,000 രൂപയ്ക്ക് ആണെന്നല്ല, ഗ്രാജുവലി ഒരു ഞാൻ പറയട്ടെ, ഞാൻ ചില മോതിരങ്ങൾക്ക് ഉത്സവ പറമ്പ് കിട്ടുന്നുണ്ട്. പക്ഷേ നല്ല സാധനം കണ്ടാൽ നിങ്ങളത് കളക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എന്നിട്ട് ഒരു ഷൂട്ടിന് പോകുമ്പോൾ ഇപ്പം ഫോട്ടോഗ്രാഫേഴ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ വരുമ്പോൾ സ്റ്റൈലിസ്റ്റോടെ ഉണ്ടോ, നിങ്ങൾ ഈ സാധനമൊക്കെ നിരത്തി വെക്കുക. എന്നിട്ട് സാർ ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കുക. ഈ ചോദ്യത്തിൽ അവർ നിങ്ങൾക്ക് അടുത്ത് ഓ മൈ ഗോഡ് ഇവൻ്റെ ഇത്രയും കളക്ഷൻ ഉണ്ട്, അപ്പോൾ ഇവനെ ഇനിയും വിളിക്കാം. കാരണം എല്ലാ മോഡൽസിൽ നിന്നും നമ്മളെ വിളിക്കാനുള്ള റീസൺ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. ഇപ്പം നീ മോഡലാണ്, ഞാൻ ആലോചിക്കാം ഇവനെ വിളിക്കുന്നതിന് പോലെ അവർ സ്ഥിരം എന്നെ വിളിക്കണം. അതിന് ഇവനെ ചതിക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ എൻ്റെ സെൽഫ് ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ സംഭവങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഒരു മോഡൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഓർണമെന്റ്സ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഷൂട്ടിലേക്ക് തിരിച്ചു വരാം. അതല്ലേ ചോദിച്ചത്, എന്തൊക്കെ ചോദ്യങ്ങളെന്ന്. സോ ഔട്ട്ഫിറ്റ് ചോദിച്ചു, എന്നിട്ട് അവസാനം നമ്മൾ ചോദിക്കുന്നത് സാർ ബഡ്ജറ്റിൻ്റെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് ബഡ്ജറ്റ് ചോദിക്കുക. അപ്പോൾ അവർ പറയാണ് 10,000. ഓക്കെ, അപ്പോൾ എൻ്റെ ബഡ്ജറ്റ് ഇപ്പം ഞാൻ വാങ്ങുന്നത് ഒരു 15 to 25 ആണ് ഒരു ആഡിന് വാങ്ങുന്നത്. അപ്പം ഞാൻ പറയുന്നത് എത്രയാണ് സാർ ബഡ്ജറ്റ് ചോദിക്കുക. അവർ പറയും അതിൽ നമുക്ക് 5,000 ബഡ്ജറ്റുള്ളൂ. അപ്പം സാർ ആക്ച്വലി അപ്പം ഞാൻ പറയുന്നത് അത് പറ്റില്ല എന്ന് പറയുന്നത് ഞാൻ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡ്. ഞാൻ പറയും സാർ ആക്ച്വലി ഞാൻ കഴിഞ്ഞ ആഴ്ച ഷൂട്ട് ചെയ്തത് പെർ ഡേ 25 ആണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഷൂട്ട് ചെയ്താൽ കുറച്ച് പ്രശ്നമാവും, കാരണം എൻ്റെ മാർക്കറ്റിനെ ബാധിക്കും. ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ അപ്പോൾ ഒരു അതിന് ഓക്കെ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കാം. അതിന് ഓക്കെ സാർ എന്ന് പറയുമ്പോൾ നമ്മളവിടെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഇല്ല അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പം നീയാണ് കാസ്റ്റിംഗ് ഏജന്റ്, ഞാൻ വിളിച്ചിട്ട് പറയാണ് 25,000 ഞാൻ ലാസ്റ്റ് ചെയ്തത്, എനിക്ക് 10,000 പറ്റില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ എനിക്കെന്ത് തോന്നും, ഇവൻ അഹങ്കാരി, ഇവൻ പണ്ട് 5,000 എൻ്റെ അടുത്ത് അല്ലെങ്കിൽ 2,000 രൂപയ്ക്ക് എൻ്റെ അടുത്ത് ഷൂട്ടിന് വന്ന ആളാണ്, ഇപ്പം അവൻ വലുതായപ്പോൾ എന്ന് പറയാം. പക്ഷേ ആ ഡിമാൻഡ് ചെയ്യുന്നതാണ്, ആ ഡിമാൻഡ് ചെയ്തേ പറ്റൂ. കാരണം ഞാൻ 1 വർഷം, എൻ്റെ 2 വർഷത്തെ എഫേർട്ടാണ്, ഒരു ദിവസം ഇല്ലാതെ വർക്ക് ചെയ്യുന്നു, ഫോട്ടോഷൂട്ട് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, എടുക്കുന്നു. അപ്പം ഇപ്പം എനിക്ക് ഒരു ബ്രാൻഡ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള 2 ലക്ഷത്തോളം ആൾക്കാർ ഈ ബ്രാൻഡിന് കാണും. പോട്ടെ 1 ലക്ഷം ആൾക്കാർ കാണുകയാണ്. യൂട്യൂബിൽ ഞാൻ ഈ സാധനം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ 1 മില്യണിൽ ഒരു 10,000-50,000 1 ലക്ഷം ആൾക്കാരെങ്കിലും ഈ സാധനം കാണുകയാണ്. അത്രയും ബ്രാൻഡിന് മാർക്കറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പം പറയുന്ന രീതിയാണ് പ്രധാനം. ഇപ്പം നേരത്തെ ഇതിന് ഞാൻ പറയുന്നത് ഇല്ല എന്ന് പറയുന്നത് ഇല്ല കേട്ടോ എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമല്ലേ. സെയിം അതുപോലെ വിളിച്ചാൽ പറയാം അയ്യോ ബഡ്ജറ്റ് കുറച്ച് പ്രശ്നം ചേട്ടാ. അല്ലെങ്കിൽ ഇപ്പം ബിഗിനേഴ്സ് ആണെങ്കിൽ ബിഗിനേഴ്സ് പേയ്മെൻറ്റ് ചോദിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടും. പുതിയ ആൾക്കാർ എങ്ങനെ ആൾക്കാരോട് നിങ്ങൾ ക്ലയൻറ്റിനോട് പേയ്മെൻറ്റ് ചോദിക്കുന്നുള്ളത് പറയാനും സാർ പേയ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ, ഇല്ലടാ കൊളാബറേഷൻ പറഞ്ഞാൽ അയ്യോ ഞാൻ ഇവിടുന്ന് വരണം, ഇപ്പം ഇവിടുന്ന് അവിടം വരെ എത്തേണ്ട എഫേർട്ടാണ്, എന്തെങ്കിലും ട്രാവലിംഗ് എക്സ്പെൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അതാണ് ഡയറക്റ്റ് ചോദിച്ചാൽ അവർക്ക് തരാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ പറയും ട്രാവൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യാം. ബിഗിനേഴ്സാണ്, പ്രൊഫഷണൽസ് ഇങ്ങനെ ചോദിക്കേണ്ട റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് ടോപ്പ് ബ്രാൻഡ്സിൻ്റെ പേയ്മെൻറ്റ് വാങ്ങാതെ ചെയ്ത വർക്കൊക്കെ ഉണ്ട്. കാരണം എനിക്ക് ആ ബ്രാൻഡായിരുന്നു പ്രധാനം. ഇപ്പം ഞാൻ വലിയൊരു ബ്രാൻഡ് ഇവിടെ ഞാൻ ഓക്കെ അദാനി എയർപോർട്ടിനൊക്കെ നമുക്ക് അന്ന് പെർ ഡേ 25,000 പേയ്മെൻറ്റ്. പക്ഷെ ഇവിടുത്തെ വേറൊരു ബ്രാൻഡ് ടോപ്പ് ബ്രാൻഡ് പെർ ഡേ 2,000 നമുക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഏതാണെന്ന് പറയുന്നില്ല, പക്ഷേ ആ സമയത്ത് ആ ബ്രാൻഡ് കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് വേണ്ടിയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. പിന്നെ നാളെ വലിയൊരു ബ്രാൻഡിന്റെ നിങ്ങൾ കയറുമ്പോൾ തന്നെ എൻ്റെ വലിയൊരു ഫോട്ടോ കാണുമ്പോൾ അതാണോ വലുത് അല്ലെ ഇവർ തരുന്ന ക്യാഷാണോ, അത് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ആ ഒരു ബുദ്ധിപരമായിട്ട് ആ സാധനം ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം, അത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ ഫോട്ടോസ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഫോട്ടോസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളൊരു 10-100 ഫോട്ടോസ് എടുത്തു. ഇപ്പം ഞാൻ ഒരു മോഡലാവാൻ ആഗ്രഹിക്കുന്നു, ഒരു 100 ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, എങ്ങനെയാണ് അത് പോസ്റ്റ് ചെയ്യേണ്ടത്, ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ? ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതിലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, പലരും ചില ഫോട്ടോ നമ്മൾ നല്ല ഭംഗിയുണ്ടാവും, പക്ഷെ ഫോട്ടോ വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല. നമ്മൾ ഇത് ഞാൻ ഭംഗിയുണ്ടല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ കൈ ഇങ്ങനെ മൂവ് ചെയ്യുന്ന എന്തെങ്കിലും ബ്ലറായിരിക്കും, എന്നാലും ഫോട്ടോ ചെയ്യും, എന്നാലും അത് പോസ്റ്റ് ചെയ്യും. അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മോഡൽസിന് എപ്പോഴും പ്രൊഫഷണലിസം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ
ക്ലാരിറ്റി കുറഞ്ഞ ഫോട്ടോസ് നിങ്ങളുടെ പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുക. അത് എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഭംഗി ഉണ്ടാവും, പക്ഷെ അതിൽ കാര്യമില്ല. ഒരാൾ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ പിക്ചർ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ക്ലാരിറ്റി ഉള്ള നല്ല ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻസ്റ്റഗ്രാമിൽ വെച്ചാലും കാസ്റ്റിംഗ് ഏജന്റ് അയക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സൗന്ദര്യം കാണിക്കുന്നതിനോടുപരി ആ ഒരു പ്രൊഫഷണലിസം നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ക്വാളിറ്റി ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തതാണ്, ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫറും ക്ലയൻറ്റും തമ്മിൽ അടി നടക്കുന്നതാണ്, അല്ലെങ്കിൽ മോഡലും തമ്മിൽ അടി നടക്കുന്നതാണ് ആ ഫോട്ടോഗ്രാഫർക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ പോസ്റ്റ് ചെയ്യാത്തത്. അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു ഫോട്ടോഗ്രാഫറുടെ ഫേവററ്റ് ഫോട്ടോ ഏതാണോ അത് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഇപ്പം ഞാൻ പല ഫോട്ടോയും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഫോട്ടോസ് ഉണ്ട്, പക്ഷേ ഫോട്ടോഗ്രാഫർ പറയുകയാണ് അതിൽ ഐ ലൈക്ക് ദിസ്, ഇതാണ്. അപ്പം നമ്മൾ അയാളുടെ എഫേർട്ടിനെ മാനിക്കണം. ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ അതാണ്, മറ്റൊരാളുടെ കോൺസെപ്റ്റിനെ നമ്മളിലൂടെ ഷോക്കേസ് ചെയ്യുന്ന ആളാണ് ഒരു മോഡൽ എന്ന് പറയുന്നത്, അല്ലേ? ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് കാണിക്കില്ല. മോഡൽ എന്ന് പറഞ്ഞാൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഓർ സബ്ജക്ട് ത്രൂ അവർ ബോഡി ദാറ്റ് റിലേറ്റഡ് ടു ഫാഷൻ. അതായത് നമ്മളിലൂടെ മറ്റൊരാളുടെ കോൺസെപ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഒബ്ജക്റ്റോ സബ്ജക്റ്റിനോ, മറ്റൊരു സബ്ജക്റ്റിനെയോ ഒരു ഒബ്ജക്റ്റിനെയോ നമ്മളിലൂടെ ഷോക്കേസ് ചെയ്യുക ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം എപ്പോഴും മോഡൽസിനോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ ഷൂട്ട് ചെയ്ത ഫോട്ടോസ് നിങ്ങൾ ഒരിക്കലും റിജക്ട് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ താല്പര്യങ്ങൾ കൊണ്ട് റിജക്ട് ചെയ്യാം. മേ ബി നിങ്ങൾ ക്ലീവേജ് കണ്ടതോ, മേ ബി നിങ്ങളുടെ ഏതെങ്കിലും ശരീരഭാഗം കണ്ടതിന്റെ പേരിലൊക്കെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ ചോയ്സ് ആണ്. എന്റെ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും, പക്ഷെ ഫോട്ടോഗ്രാഫർ പറയാം അത് വേണ്ട, മറ്റേ ഫോട്ടോ മതി എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫർ പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അയാൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ അയാൾ കൊളാബറേഷനിലാണ് നമുക്ക് തന്നതെങ്കിൽ. സെലക്ഷൻ എപ്പോഴും ആരാണ് ഷൂട്ട് ചെയ്യുക, എന്തിനാന്നുള്ളത് തീരുമാനിച്ചിരിക്കുക. ഇപ്പോൾ ഒരു ബ്രാൻഡ് എൻ്റെ ബ്രാൻഡാണ്, എൻ്റെ ബ്രാൻഡിന് വേണ്ടിയാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ഫോട്ടോഗ്രാഫറുണ്ട്, മോഡലും ഉണ്ട്, നീയാണ് മോഡൽ. ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ബിൻഷയ്ക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഉണ്ടാവും, ഓക്കെ, ഫോട്ടോഗ്രാഫർക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഉണ്ടാവും, പക്ഷെ അവിടെ പ്രയോറിറ്റി ബ്രാൻഡിനാണ്. അവിടെ ബ്രാൻഡ് ഓണർ പറയുന്ന ഫോട്ടോസ് നമ്മൾ ചെയ്യണം. ഇനി അവിടെ കൺസൾട്ടൻ്റ് എന്ന് വിചാരിക്കുക, ബിസിനസ് കൺസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ അവിടെ ബ്രാൻഡ് ഓണർ പറയുന്നതിലും കാര്യമില്ല, കൺസൾട്ടൻ്റ് പറയുന്നത് ചൂസ് ചെയ്യണം. ബിസിനസ് അവർ പറയുന്നത്, കാരണം നാളെ ബിസിനസ് ആയിട്ടില്ലെങ്കിൽ അവനോട് നമ്മൾ ചോദിക്കുക, അപ്പൊ അവൻ പറയും ഞാൻ പറഞ്ഞ ഫോട്ടോ ഇട്ടില്ല. സോ ആ രീതിയിൽ സെലക്ട് ചെയ്യും. ഇപ്പൊ നീയും ഫോട്ടോഗ്രാഫർ കൊളാബറേഷനാണ് വന്നെങ്കിൽ ആ ഫോട്ടോഗ്രാഫർ പറയുന്ന ഫോട്ടോസ് നിനക്ക് പിന്നെ നിന്റെ പേജിലല്ലാതെ ഫോട്ടോസ് ലേറ്റർ അപ്ലോഡ് ചെയ്യാം. ബട്ട് ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിന് വേണ്ടി പോസ്റ്റ് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുന്നത് എപ്പോഴും ബ്രാൻഡ്. അപ്പോൾ ഫസ്റ്റ് നീ ഒരു മോഡൽ വരും, പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും, പിന്നെ ഫോട്ടോഗ്രാഫർ വരും, അതിനെക്കാട്ടും മുകളിലാണ് ബ്രാൻഡ്, അതിനെക്കാട്ടും മുകളിലാണ് മാർക്കറ്റിംഗ് ഏജൻറ്റ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. സോ ഇങ്ങനെയാണ് അത് നമ്മളിപ്പോഴും തരംതിരിക്കേണ്ടത്. പിന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം അല്ലാതെ ഒരു റാൻഡം ഫോട്ടോസ് എടുത്ത് തരിക, ആ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾ പ്രൊഫഷൻ കരിയറാണ് നോക്കുന്നതെങ്കിൽ ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസിലുള്ള ഫോട്ടോസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എക്സ്പ്രഷൻ്റെ കാര്യം പറയുമ്പോഴാണ് എങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ എങ്ങനെയാണ് ബിൽഡ് ചെയ്തെടുക്കുന്നത്? അപ്പോൾ നമുക്കൊക്കെ ഫോട്ടോ എടുക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ്, ഒരേ എക്സ്പ്രഷൻ ആയിരിക്കും എന്ന് വെച്ചാൽ 1-2 എക്സ്പ്രഷനേ ഉണ്ടാവും. ഇങ്ങനെ ഇത്രയധികം എക്സ്പ്രഷൻ കിട്ടുന്നത് എക്സ്പ്രഷൻസ് ഇല്ലാത്തതല്ല പ്രശ്നം, അത് നമുക്ക് ആ മൊമെന്റിൽ കാണിക്കാൻ പറ്റാത്തതാണ്. എക്സ്പ്രഷൻ എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ സംസാരിക്കുമ്പോഴൊക്കെ ഉള്ള പോലെ ബിൻഷയ്ക്കുണ്ട്, എല്ലാവർക്കും എക്സ്പ്രഷൻസ് ഉണ്ട്. പക്ഷേ അത് ആ മൊമെന്റിൽ കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മോഡൽസിന്റെ കുഴപ്പം. അതാണ് നമുക്ക് ട്രെയിനിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം മിററിന്റെ മുന്നിൽ പോയിരുന്നിട്ട് 20 പോസ് ചെയ്യുക, ആദ്യത്തെ 10 പോസ് ചിരിച്ചുകൊണ്ടിരിക്കുക, 1 2 3 4 ഇങ്ങനെ ചെയ്യാം. രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ് 1 2 3 ചെയ്യാം. അത് പ്രാക്ടീസ് ചെയ്താൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം എക്സ്പ്രഷൻസ് പറയുന്നത് ഇയാളുടെ ഉള്ളിലുള്ള സാധനമാണ്. അതിന് ആ മൊമെന്റിൽ അത് നമ്മുടെ കൺട്രോളിൽ ആയിരിക്കില്ല. അത് നമ്മുടെ കൺട്രോളിലാക്കി കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രൊഫഷണൽ മോഡലായി. വേണ്ട എക്സ്പ്രഷൻ കൊണ്ടുവരാൻ പറ്റും. ആക്ടർ അതല്ലേ, വേണ്ട സാധനം കറക്റ്റ് വേസ് കൊടുക്കാൻ പറ്റണം. ഇപ്പം കരയാൻ പറ്റാത്ത ആൾക്കാരും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പൊട്ടി പോകുമ്പോൾ ഇവിടെ ഇരുന്ന് കരയും, അല്ലേ? അത് പറ്റും, ഉള്ളിലുണ്ട്. അതിന് അയാളുടെ ആക്ഷൻ, അയാളുടെ ഇന്റൻഷൻ അനുസരിച്ച് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അയാൾ ഒരു പ്രൊഫഷണൽ ആക്ടറായി, പ്രൊഫഷണൽ മോഡലായി. അപ്പൊ എങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ നമ്മൾ തന്നെ വികസിപ്പിച്ചെടുക്കല്ലോ? ഇപ്പൊ ബിൻഷയ്ക്ക് ആക്ടർ ആണോ, ബിൻഷയ്ക്ക് എക്സ്പ്രഷൻസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ബിൻഷ നേരെ മിററിന്റെ മുന്നിൽ പോവാം. ഇപ്പൊ ബിൻഷ ഫിക്സ് ചെയ്യാണ്, നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന 10 പോസസ് ഞാൻ ചിരിച്ചുകൊണ്ടാണ് കാണിക്കുന്നിരിക്കുക. അത് നീ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവലി ഡെവലപ്പായി വരും. ഇത് ഫസ്റ്റ് മിററിന്റെ മുന്നിൽ നിന്നാ, പിന്നെ അടുത്ത 10 പോസ് ഞാൻ ആറ്റിറ്റ്യൂഡിലാന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ചിരിച്ചോണ്ട് 1 2 3 4 ഇങ്ങനെ കാണിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ ആറ്റിറ്റ്യൂഡ് കാണിക്കണം 1 2 3. അത് നമുക്ക് പറ്റും, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. ഇനി ഇത് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് തിങ് ആണ്, ഫസ്റ്റ് ലെവലാണ് മിററിന് മുന്നിൽ. രണ്ടാമത് സെൽഫി ക്യാമറയാണ്. സെൽഫി ക്യാമറയിലെ ക്യാമറയുടെ മുന്നിൽ നിന്ന്, സെൽഫിയിലല്ല ബാക്ക് ക്യാമറയിലെ ഫോട്ടോ എടുക്കും. ഒരു മോഡൽ ഒരിക്കലും സെൽഫി പ്രാക്ടീസ് ചെയ്തത് അത് ഡെവലപ്പ് ആവില്ല. ബാക്ക് ക്യാമറയിലാണ് ഫോട്ടോ എടുക്കേണ്ടത്. ഇപ്പം മോഡൽസ് കണ്ടമാനം ഫോട്ടോ എടുക്കണം, പക്ഷെ അത് സെൽഫി അല്ല. ബാക്ക് ക്യാമറയാണ് നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു മോഡലിനെയും ആക്ടറെയും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ബാക്ക് ക്യാമറയാണ്. മിററിൽ നോക്കിയല്ല നിങ്ങൾ അഭിനയിക്കാൻ പോകുന്നത്.
മിറർ കാണുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. മറ്റേതല്ല, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാവണം. അവിടുന്ന് ഈ ആംഗിളിൽ എനിക്ക് ഈ ലുക്കാണ്, ആ ആംഗിളിൽ ഈ ലുക്കാണ്, ഞാൻ ഈ എക്സ്പ്രഷൻ ഇടുമ്പോൾ ഈ ആംഗിളാണ് ബെറ്റർ എന്ന് ഓൾറെഡി ഐഡിയ ഉണ്ടാവണം. സെൽഫി അത്ര നല്ലതല്ല. സെൽഫി ഒരിക്കലും നല്ലതല്ല. സെൽഫി ഈസ് എ പേഴ്സണൽ തിങ്. സെൽഫി നമുക്ക് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബട്ട് മറ്റത് സ്ക്രീനിൽ മറ്റൊരാൾ കാണുന്ന സാധനമാണ്, നമ്മളല്ല കാണുന്നത്, നമ്മൾ അഭിനയിക്കുന്നത് മറ്റൊരാൾ കാണുന്നതാണ്. അത് ബാക്ക് ക്യാമറയാണ്. അപ്പം നമ്മൾ എപ്പോഴും ഒരു മോഡലിനെയും ആക്ടറിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്ക് ക്യാമറയാണ്. സോ ബാക്ക് ക്യാമറയിൽ പ്രാക്ടീസ് ചെയ്യുക. ഫോട്ടോസ് എടുക്കുമ്പോഴും ബാക്ക് ക്യാമറയിൽ മാക്സിമം ഫോട്ടോസ് എടുക്കുക. അത് നിങ്ങൾ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യും. സ്കിൽ ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആവും. ഏറ്റവും നല്ല പോസ് ചെയ്ത ഫോട്ടോ എടുക്കും. അങ്ങനെയില്ല, എല്ലാ പോസസ് നല്ലതാണ്, അങ്ങനെ ഒരു പോസ് ഇല്ല. പക്ഷെ എല്ലാ മോഡലിനും ഒരു ഫേവറേറ്റ് പോസ് ഉണ്ടാവും. ഇപ്പം എനിക്കുള്ള പോലെ ഞാൻ എപ്പോഴും ഇങ്ങനെ കാണിക്കും. എന്ത് കാണിച്ചാലും ഇപ്പം സ്റ്റേജിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എപ്പോഴും എന്ത് കാണിക്കും, ഈ ഒരു കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കംഫർട്ട് പോസ് ഇതാണ്, ഇങ്ങനെ കാണിക്കുന്നത്, സിമ്പിൾ ഇതാണ്. അതുപോലെ എല്ലാ മോഡൽസിനും ഒരു 3-4 ഫേവറേറ്റ് പോസസ് ഉണ്ടാവും. അത് അവർ എന്ത് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഫോട്ടോസിൻ്റെ കൂടെയും കടന്നു വരും. ബട്ട് അതിനെ ഇപ്പം എൻ്റെ പോസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 150-160 പോസസ് ആണ്. ഒരു മിനിറ്റിൽ 150-160 പോസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ചെറിയ സംഭവമാണ്. പക്ഷെ എൻ്റെ അക്കാഡമിയിലുള്ള 4 വയസ്സുള്ള കുട്ടി ചെയ്യും ഒരു മിനിറ്റിൽ 80-100 പോസസ്. 4 വയസ്സുള്ള ഒരു കുട്ടി, അവർ വൈദേഹിയാണെങ്കിൽ അർസലാനാണെങ്കിൽ, അവരൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ അവർ ഒരു 1 മിനിറ്റിൽ ഓൾമോസ്റ്റ് 130 എനിക്കൊന്നും അക്കാഡമിയിൽ ഏറ്റവും കൂടുതൽ പോസസ് ചെയ്ത് തന്മയ എന്ന് പറഞ്ഞ കുട്ടിയാണ് ഇപ്പം അക്കാഡമിയിൽ കറണ്ട് റെക്കോർഡുള്ളത്. അവൾ 1 മിനിറ്റിൽ 135 പോസസ് ആണ് ചെയ്തിരിക്കുന്നത്. 135. പിന്നെ തന്നു എന്നൊക്കെ പറഞ്ഞ കുറേ പേരുണ്ട്. അവർ പോകുന്ന പോസ് എങ്ങനെ പറയാം, 1 2 3 4 5 6 7 8 9 ഇങ്ങനെ പോകും പോസസ്. പക്ഷെ ഇതവരോട് സ്ലോ ചെയ്യാൻ പറഞ്ഞാൽ അവർ വൃത്തി ചെയ്തു തരും. കുറച്ച് പഠിപ്പിച്ചു തരും ആൾക്കാർ. ഇതിനൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ചെറിയ ഇത്രയുള്ള പിടുക്ക് മക്കളാണ് ഇത് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അവിടെയാണ് ഞാൻ പറഞ്ഞതുപോലെ പ്രൊഫഷണലിസം. ഇപ്പം നിങ്ങൾക്ക് ഇത്ര ഐഡിയ കിട്ടി ഞാൻ പറഞ്ഞപ്പോൾ. ഇവിടെയാണ് പ്രൊഫഷണൽ അക്കാഡമി ട്രെയിനിങ്ങും അല്ല, ഇതൊക്കെ നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും 5 വർഷം മോഡലിംഗിൽ നിന്നാലും നിങ്ങൾക്ക് ഇത് കിട്ടും. പക്ഷേ നിങ്ങൾ പ്രൊഫഷണൽ ട്രെയിൻ ചെയ്യുമ്പോൾ അത് 3 മാസം 2 മാസം മേ ബി 1 ഡേ കൊണ്ട് കിട്ടുന്നത്. മറ്റത് നിങ്ങൾ 5 വർഷം എടുക്കും. ആ ടൈമിനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ സ്കില്ലില്ലേ, നമ്മൾ ഇംഗ്ലീഷൊക്കെ സംസാരിക്കാനുള്ള സ്കില്ല്, അതൊക്കെ നല്ല ഒരു മോഡലിന് വേണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പാജൻട്രി മോഡലിനാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യം. എല്ലാവർക്കും ആവശ്യമില്ല. റൺവേ മോഡൽസിന് കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ല. പക്ഷേ കോമ്പറ്റീഷന് പോകുമ്പോൾ നിങ്ങളൊരു മത്സരത്തിന് പോവുകയാണെങ്കിൽ അവിടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ റൗണ്ട് ഉണ്ടാവും, Q&A റൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ക്വസ്റ്റ്യൻസ് 1 മിനിറ്റിൽ ആൻസർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കണം. പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ അതിനൊരു മെത്തേഡ് ഉണ്ട്. അതുപോലെ Q&A പറയുമ്പോൾ പിന്നെ വോയിസ് മോഡുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരാളോട് ഇപ്പം നമ്മൾ നോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ, അപ്പോൾ നിങ്ങൾ ഒരാളോട് നോർമൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് മോഡുലേഷൻ ഹൈ പിച്ച് ടു ലോ പിച്ച് എന്ന് പറയും. ഹായ്, സുഖമായിട്ടിരിക്കുന്നോ, ലാസ്റ്റ് വേർഡ് സൈലൻ്റാണ്, എന്തൊക്കെയുണ്ട് വിശേഷം, പോയിരുന്നോ, ഭക്ഷണം കഴിച്ചോ, ഇതെല്ലാം താഴോട്ടല്ലേ. ബട്ട് ഇഫ് യു വാണ്ട് ടു ഇൻസ്പയർ എ പേഴ്സൺ, നമ്മൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരെ ലോ പിച്ച് ടു ഹൈ പിച്ച്. ഞാൻ നിങ്ങളോട് പറയാം, എടാ നീ അടിപൊളിയാടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോട്ടിവേറ്റ് ആവില്ല. എടാ നീ അടിപൊളിയാടാ, എടാ നീ സൂപ്പർ ആടാന്ന് പറയുമ്പോൾ ലോ പിച്ച് ടു ഹൈ പിച്ച് യൂസ് ചെയ്താൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇഫ് യു വാണ്ട് ടു ഇൻസ്പയർ എ പേഴ്സൺ യൂസ് ലോ പിച്ച് ടു ഹൈ പിച്ച് മെത്തേഡ്. അപ്പം ഞാൻ മോട്ടിവേഷൻ സ്പീക്കർ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ പറയുമ്പോൾ ഫെയിൽ അഗെയിൻ, ഫെയിൽ ബെറ്റർ, ബട്ട് one day the failure gonna fails in front of you, wait for that day, achieve it. So ഹൈ പിച്ചിലേക്കാണ് പോകുന്നത്. ഇത് ഞാൻ പറയുന്നത് ഫെയിൽ അഗെയിൻ, ഫെയിൽ ബെറ്റർ, ബട്ട് 1 day. അപ്പോൾ അതൊരു മോട്ടിവേഷൻ അല്ല. സോ യൂസ് ചെയ്യേണ്ട മെത്തേഡ് നോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഹൈ പിച്ച് ടു ലോ പിച്ചും, ഇഫ് യു വാണ്ട് ടു ഇൻസ്പയർ എ പേഴ്സൺ ഇൻസ്പിറേഷൻ സ്പീച്ചിൽ ലോ പിച്ച് ടു ഹൈ പിച്ചും. ഇതാണ് ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡ്. നമ്മളെടുത്ത അക്കാഡമിയിൽ ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് വരാറുണ്ട്, അവരുടെ ബോഡി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം മോട്ടിവേഷൻ സ്പീക്കേഴ്സിന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും, പക്ഷേ ബോഡി ലാംഗ്വേജ് വീക്ക് ആയിരിക്കും പലപ്പോഴും. അപ്പം അത് ഡെവലപ്പ് ചെയ്യാൻ അവർ വരാറുണ്ട്. പിന്നെ പ്രൊഫഷണൽസ്, വലിയ കമ്പനി ഓണേഴ്സ് വരാറുണ്ട് അക്കാഡമിയിൽ. ഇപ്പം എത്ര അക്കാദമി ഉണ്ട്? 7. ഇപ്പം ഞാൻ കാലിക്കറ്റ്, കൊച്ചി, ദുബായ്, അബുദാബി, ബാംഗ്ലൂർ, ഗുജറാത്ത്, പൂനെ 7 ഉണ്ട്. അവിടെ ഗുജറാത്തിലുണ്ട്. ഗുജറാത്തിൽ അഹമ്മദാബാദ് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ഫ്രാഞ്ചൈസി സെല് ചെയ്തിരിക്കുക. ഈ സിലബസ് നമ്മൾ കൊടുക്കും, അവിടെ പഠിപ്പിക്കും. പിന്നെ ഓൺലൈൻ അക്കാഡമീസ് ആയിട്ട് അയർലൻഡിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, US-ലുണ്ട്. ഈ 3 നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയാണ്. ലാസ്റ്റ് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, മോഡലിങ്ങിൽ നമ്മളിപ്പം റാമ്പ് വോക്ക് ഒക്കെ ചെയ്ത് നമ്മളൊരു മോഡലിങ്ങിൽ പങ്കെടുക്കുകയാണ് ഒരു ഫാഷൻ ഷോയിൽ. അപ്പോൾ ആദ്യം തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, പിന്നെ ഒരു വിഷയത്തെക്കുറിച്ച് പറയാൻ പറയില്ല. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ? അത് പറയുന്നത് പാജന്റ്, ബ്യൂട്ടി പാജൻസിൽ കോമ്പറ്റീഷൻ വരുന്ന സമയത്ത്, മോഡലിംഗ് തന്നെ കോമ്പറ്റീഷൻ മോഡലിംഗ്. ആ കോമ്പറ്റീഷനിൽ വരുന്ന സമയത്ത്
ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് വിചാരിച്ചിട്ട്, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണോ ഒരു സോൾജറാണെന്നോ വിചാരിച്ചിട്ട് വേണം നിങ്ങളിപ്പോൾ ആൻസർ ചെയ്യാൻ. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഫാമിലി ഓർ കരിയർ എന്നൊരു ആൻസർ. കാരണം നിങ്ങളൊരു മോഡലാണ്. മിസ് കേരള കോമ്പറ്റീഷൻ, മിസ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു പ്രസിഡന്റിൻ്റെ അതേ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട് ഒരു രാജ്യത്തിനെ സംബന്ധിച്ച്. കാരണം നിങ്ങൾ ആ രാജ്യത്തിന് അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അതിനൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ സംസാരത്തിൽ ഉണ്ടാവണം. അപ്പോൾ നിങ്ങളോട് ചോദിക്കണം, അപ്പം ഒരു ചോദ്യമാണ് ഫാമിലി ഓർ കരിയർ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പറയും ഫാമിലി എന്ന് പറയും. പക്ഷേ നിങ്ങളൊരു പ്രൈം മിനിസ്റ്ററോട് ഫാമിലിയാണോ കരിയറോട് ചോദിച്ചാൽ എന്താ പറയുക? ഒരു സോൾജറോട് ചോദിച്ചാൽ എന്താ പറയുക? സെയിം ആൻസർ ചെയ്യാം. കരിയർ എന്നുള്ളൊരു ആൻസർ വേറെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം രണ്ടും ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു പറയാം. ഇതിൽ രണ്ടിൽ ഒന്ന് എന്നെ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പറയാം ഞാൻ എൻ്റെ ഫാമിലിയിലൂടെ സക്സസ് ആയിട്ട് എൻ്റെ കരിയറിലൂടെ സക്സസ് ആയിട്ട് എൻ്റെ ഫാമിലിനെ ചേർത്ത് പിടിക്കും. ഇനി വേറൊരു ചോദ്യമാണ് യൂഷ്വലി ചോദിക്കുന്നതാണ്. ഇപ്പോൾ ബിനിഷ മിസ് കേരള സ്റ്റേജിൽ നിൽക്കുകയാണ്. ഓക്കെ, മിസ് കേരള കണ്ടസ്റ്റൻ്റാണ്. സോ ദൈവം നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിങ്ങൾക്ക് 3 വരങ്ങൾ തന്നാൽ നിങ്ങൾ എന്തൊക്കെ സ്വീകരിക്കും? ഇതായിരുന്നു എൻ്റെ മിസ്റ്റർ കേരളയിലെ ചോദ്യം. സോ നിങ്ങൾ ഒരിക്കലും എനിക്ക് കാർ വേണം, എനിക്ക് കോമ്പറ്റീഷനിൽ വിൻ ചെയ്യണം എന്ന് പറയരുത്. അത് നല്ല ആൻസറാണ്, സത്യസന്ധമായിരിക്കും. പക്ഷേ ഒത്തൻറ്റിക് ആയിട്ടുള്ള ആൻസറിനെക്കാട്ടും ഇൻസ്പിറേഷണൽ ആൻസേഴ്സാണ് അവിടെ വേണ്ടത്. ഒരു മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ സറൗണ്ടിങ്സിനെ നിങ്ങൾക്ക് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. സോ ഇതെന്നോട് മിസ്റ്റർ കേരള ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ആദ്യത്തെ വരം ലോകത്തിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി യൂസ് ചെയ്യും. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വികാരം അത് പ്രണയമല്ല, വിശപ്പാണ് സാർ. ഇങ്ങനെയായിരുന്നു. നമുക്ക് ആ വേർഡ്സ് കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്താൽ വരും, ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. രണ്ടാമത് ഞാൻ പറഞ്ഞത് ലോകത്തിലുള്ള എല്ലാ വേർതിരിവിനെതിരെയും എന്നിട്ട് ഡിസ്ക്രിമിനേഷൻ, ലൈക്ക് അഗെയിൻസ്റ്റ് കളർ ഡിസ്ക്രിമിനേഷൻ, സെക്ഷുവലിൽ തന്നെ മെയിലും ഫീമെയിലും മാത്രമല്ല LGBTQ അവരെയും മനുഷ്യരായിട്ട് കാണാൻ പറ്റണം. അവരങ്ങനെ ആയിപ്പോയാലും പറയാം മനുഷ്യരാണ്, അവരെയും മനുഷ്യരായിട്ട് കാണാൻ നമുക്ക് പറ്റണം. ഇങ്ങനെ സംസാരിക്കാം. മൂന്നാമത് ഞാൻ പറഞ്ഞത് ഈ വരം തന്ന ദൈവവും മതങ്ങളും ഇനി ലോകത്ത് ഉണ്ടാകാൻ പാടില്ല. കാരണം നാളെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഈ ദൈവത്തിൻ്റെയും മതങ്ങളുടെയും പേരിലായിരിക്കും. അത് അക്കോർഡിംഗ് ടു യുവർ വിഷൻ. ഇപ്പോൾ ചിലർക്ക് പറയാം വേൾഡ് വാർ പറയാം, അല്ലെങ്കിൽ ചൈൽഡ് എഡ്യൂക്കേഷൻ, സസ്റ്റൈനബിലിറ്റി, പോവേർട്ടി, ഇക്വാലിറ്റി, നേരത്തെ പറഞ്ഞ ഇതിനൊക്കെ എതിരെ പറയാം നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ പെട്ടെന്ന് പ്രാക്ടീസ് മേക്ക് ദ മാൻ പെർഫെക്റ്റ് എന്ന് പറയും. നിങ്ങൾ ഇപ്പം നിനക്ക് ഐഡിയ കിട്ടി, അതുകൊണ്ട് പ്രാക്ടീസ്. ഒരുപാട് വീഡിയോസ് കാണും ഈ പാജന്റ്, ബ്യൂട്ടി പാജന്റ് ഒക്കെ. ഇപ്പം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം അല്ലാതെ നമ്മളെപ്പോഴും ഔട്ട് ഓഫ് ബോക്സ് ആയിരിക്കണം ചിന്ത. ഇപ്പോൾ ചോദിക്കുകയാണ് തോൽവികൾ എങ്ങനെ നേരിടുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം തോൽവിയാണ് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ. അത് നിങ്ങളുടെ പേഴ്സണലി എടുക്കരുത്. ബേസിക്കലി ഞാൻ പറയുന്നത് ബ്യൂട്ടി പേജിലെ ക്വസ്റ്റ്യനെ പേഴ്സണലി എടുക്കാനേ പാടില്ല. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററാണ്. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ബിനിഷയോട് ചോദിച്ചു, ബിനിഷയ്ക്ക് ഒരു ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ അവസരം കിട്ടിയാൽ ബിനിഷ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? അപ്പം ബ്യൂട്ടി പേജിൻ്റെ ആൻസേഴ്സ് സെയിം ആണ്. പോവേർട്ടി, ഇക്വാലിറ്റി, ഇതൊക്കെ തന്നെ ഒരു റൗണ്ടാണ്. ക്വസ്റ്റ്യൻസ് ഔട്ട് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ നേരത്തെ പറഞ്ഞ കാര്യം ഇന്ത്യയുടെ ദാരിദ്ര്യത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒന്നായിരിക്കും സംഭവം. നീ ആലോചിക്കുക, ചോദ്യങ്ങൾ മാറും പക്ഷെ ഉത്തരം ഈ സാമൂഹിക പ്രശ്നങ്ങളാണ്. മനസ്സിലായോ? സോഷ്യൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുക. ചോദിക്കാണ് വേറെ, അല്ലെങ്കിൽ പേഴ്സണൽ കോൺഫിഡൻസ്. ഈ 2 കാര്യങ്ങളായിരിക്കും എപ്പോഴും ബ്യൂട്ടി പേജിൻ്റെ. വേറെ ചോദ്യമാണ്, ബിൻഷനെ എന്തുകൊണ്ട് ഞങ്ങൾ ഈ കോമ്പറ്റീഷനെ വിന്നർ ആക്കണം എന്നൊരു ചോദ്യം വന്നാൽ ബിൻഷയ്ക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടെന്ന് പറയാം. അവിടെ റീസൺസ് വേണം പറയാൻ. എൻ്റെ കോൺഫിഡൻസ്, കമ്മിറ്റ്മെൻറ്റ്, നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റി. ഞാൻ ഇവിടെ ഇത്ര നീളം ഒരു നാട്ടിൻപുറത്തിൽ ജനിച്ച്, തൃശ്ശൂർ ജില്ലയിലല്ല ജനിച്ചത്, കണ്ണൂർ അങ്ങ് ഇരിട്ടിയിൽ ആ നാട്ടിൻ പ്രദേശത്ത് ജനിച്ച് ഞാൻ ഇന്ന് ഇങ്ങനെ വന്ന് നിങ്ങളുടെ സ്റ്റേജിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഈ ടൈറ്റിൽ തരാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞിട്ട് ഈ വേർഡ്സ് വരാൻ പറ്റണം. അതൊന്ന് സെൽഫ് കോൺഫിഡൻസും സെൽഫ് മോട്ടിവേഷനും വാക്കുകൾ വരണം. അത് പ്രാക്ടീസ് ചെയ്താൽ വരും. അത് വലിയ സംഭവമൊന്നുമില്ല. ഇപ്പം ഞാനും ഫസ്റ്റ് തപ്പിയാ. പക്ഷേ ഞാൻ ട്രെയിൻ ചെയ്യുമ്പം ഇപ്പം ഞാനൊരു കോമ്പറ്റീഷനിൽ നിൽക്കുമ്പോൾ ഞാൻ സ്റ്റേജിന് പുറത്താണ്. ഞാൻ കോമ്പറ്റീഷനിൽ ചോദ്യം ചോദിക്കുന്ന ആളല്ല, ഞാൻ ഈ കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മിസ് കേരളയിൽ അവരുടെ ട്രെയിനറാണ് ഞാൻ. മിസ് കേരള ഞാൻ പറയാം. മിസ് കേരളയിൽ അതിന് വിന്നറായി. ഞാനായിരുന്നു, എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അതാണ് എന്നെ വിന്നറാക്കി. പക്ഷേ ഈ 16 കുട്ടികളുടെ ബാക്കിൽ ഞാൻ ബാക്ക് സ്റ്റേജിൽ ഞാൻ നിൽക്കുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ. ഈ 16 കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അപ്പം മാത്രമേ എനിക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഇപ്പം 16 ചോദ്യത്തിനും ഉത്തരം ഞാൻ ഇവിടുന്ന് കണ്ടെത്തും. ഇപ്പം നിങ്ങളോട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും വരിക. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒന്നേക്ക് സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഇത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നുള്ള ചോദ്യങ്ങൾ വരും. ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ ഇപ്പം വേറൊരു അതുപോലെ ഈ ചോദ്യങ്ങൾ അത് ആ ഒരു ടൈപ്പ് പാറ്റേണിലൊരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ബിൻഷ ബിൻഷയുടെ വീട്ടിൽ പോയിട്ട്, ഇത് മുമ്പ് കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ബിൻഷ എന്ന് തിരിച്ച് ബിൻഷയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് ഡോറ് തുറന്നപ്പം ബിൻഷയുടെ ബ്രദർ ഡ്രസ്സൊന്നും ഇല്ലാതെ അവിടെ കിടക്കുവാണ്. ബിൻഷ എന്താ ചെയ്യാന്നായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ ലോജിക് എന്ന് പറയും, ലോജിക്കൽ റീസണിൽ ചെയ്ത് ബിൻഷ എന്ത് ചെയ്യും?
ബിൻഷ വീട്ടിൽ നിന്ന് തിരിച്ചു പോയിട്ട് വീട്ടിൽ പോയിട്ട് ബിൻഷ ഡോർ തുറന്നപ്പോൾ ബിൻഷയുടെ ബ്രദർ തുണിയൊന്നും ഇല്ലാതെ കിടക്കുകയാണ്, ഒരു ഡ്രസ്സും ഇല്ലാതെ അവൻ ഇങ്ങനെ കിടക്കുകയാണ്. ബിൻഷ എന്താ ചെയ്യുക? തുണി എടുക്കാൻ പറയും. ഓക്കെ, പക്ഷെ ബിൻഷയുടെ റിയാക്ഷൻ എന്തായിരിക്കും? മെന്റലി എന്തായിരിക്കും? ടയർഡാവോ, സങ്കടാവോ, വിഷമമാവോ? ഭയങ്കര ഒരു ഷോക്കായിരിക്കും. ഓക്കെ, ഞാനാണെങ്കിൽ അവനെ എടുത്ത് തോളിലിട്ട് താലോലിക്കും. മനസ്സിലായോ? അതൊരു കുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു മനസ്സിലായോ? നമ്മുടെ ഇമാജിനറി ബിൻഷയുടെ ബ്രദർ എന്ന് പറഞ്ഞോ, മനസ്സിലായോ? അതാണ് ഔട്ട് ഓഫ് ബോക്സ് ചിന്ത എന്ന് പറയുന്നത്. നമ്മളെ മൈൻഡ് നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് പോകും, പക്ഷേ അതിനെ നമുക്ക് ഡിഫറെന്റ് രീതിയിൽ ചിന്തിക്കാം. ഇതിനനുസരിച്ച് സാർ ഞാൻ ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യമായിരുന്നത്, നമ്മൾ മുമ്പ് ഞാൻ കേട്ടിരുന്ന ഈ ചോദ്യം, പക്ഷെ എന്നോട് ചോദിച്ചു അതിൽ വന്ന പെങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു അവളെ എടുത്തിട്ട് അതൊന്ന് താലോലിച്ച് ഞാൻ എടുത്ത് ഡ്രസ്സ് പിടിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ പ്രശ്നം. പ്രായം എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് ബിൻഷ പറഞ്ഞ ആൻസറും കറക്റ്റ് ആണ്, പക്ഷെ ഞാൻ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ആൻസർ പറഞ്ഞു. അപ്പൊ അതിന് ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സൊല്യൂഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് ഇതൊക്കെ അവിടെ ചിന്തിക്കുന്നത്. ഈ എന്തിനാ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നേ? ഈ മനസ്സിലുള്ളത് പുറത്തു വരുന്ന പറയും, അത്രേ ഉള്ളൂ. അതല്ല, ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ ചിന്തിച്ചു. അയ്യോ അങ്ങനെയല്ല, സോറി ചേട്ടനെയല്ല, ഞാൻ വേറെ ഏതോ ലോകത്തൊക്കെ പോയി. ഞാൻ എന്നോട് അങ്ങനെ ചോദിച്ചാൽ ഞാൻ കുറച്ചു നേരം അവിടെ നിൽക്കും. കരഞ്ഞോളൂ അല്ലേ? എന്റെ ഏട്ടൻ, ഞാൻ ഉള്ളിൽ വിചാരിക്കും എന്റെ ഏട്ടൻ ഒരിക്കലും അങ്ങനെ നടക്കില്ല. അപ്പൊ ഒരു ലേറ്റ് മാരേജിൽ കുറച്ച് വൈകിണ്ടായ ഒരു കുട്ടി, ഇത്രയും ചിന്തിച്ചാൽ മതി. അത് ശരിയാ. അപ്പൊ ഇനി അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരം. അയ്യോ അല്ല, ഞാൻ ബെസ്റ്റ് അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടാൻ. ഇതെന്താ സംഭവം വെച്ചാൽ, ഇത് നമ്മുടെ മൈൻഡിന്റെ തിങ്കിങ് കപ്പാസിറ്റി ഏത് ലെവലിലും പോസിറ്റീവ്, ഏത് ഒരു സിറ്റുവേഷനിൽ നമ്മുടെ തിങ്കിങ് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ മൈൻഡ് യൂസ് ചെയ്യാതിരുന്നാലും പ്രശ്നമാണ്. യൂസ് ചെയ്യാതിരുന്ന കുഴപ്പമാണ്. പക്ഷെ ഇതെന്താ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഇനി ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യും പറയില്ലേ? ചിന്തിക്കും. അപ്പം ഇത് പ്രാക്ടീസിലൂടെ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ബ്രെയിനെ വർക്ക് ചെയ്യിക്കുക എന്ന് പറയും. ഡിഫറെന്റ് സംഭവിക്കാൻ പറ്റുന്ന എല്ലാ സിറ്റുവേഷനിലേക്കും നമ്മുടെ ബ്രെയിനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും. സോ ബ്രെയിന് പ്രാക്ടീസ് ചെയ്യാം. ഇതൊക്കെ അക്കാഡമിയിൽ നടക്കും. ഇങ്ങനത്തെ ചോദ്യമല്ല, കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ചോദ്യം. ഒരു കുട്ടികളോട് നമ്മൾ ചോദിക്കും. ഇപ്പം അക്കാഡമിയിൽ 4 വയസ്സുള്ള കുട്ടീനോട് 5 വയസ്സുള്ള കുട്ടീനോട് ചോദിക്കുന്ന ചോദ്യം, ഒരു ചോദ്യം ഉണ്ട് അക്കാഡമിയിൽ. നീ സ്കൂളിൽ പോയിട്ട് 7 വയസ്സ് 2ാം ക്ലാസ് പഠിക്കുന്ന 3ാം വയസ്സ് പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുന്ന, സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ ടീച്ചർ നിന്നെ വേദനിപ്പിച്ചു കെട്ടിപ്പിടി ഉമ്മ വെക്കാനൊക്കെ നോക്കി. ഇത് തന്നെ നമ്മളെ കുട്ടികളോട് കറക്റ്റായിട്ട് പറയും. എൻ്റെ അവിടെ ടച്ച് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്തു. ഓക്കെ, ടീച്ചർ പറഞ്ഞു അല്ലെങ്കിൽ സാറ് പറയുകയാണ് നിന്നോട്, നീ ഇങ്ങനെ നാളെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനെ ഞാൻ കൊല്ലുമെന്ന് പറയും. മോൾ എന്ത് ചെയ്യും? ഇതാ കുട്ടീനോട് ചോദിക്കും. ഇത് നിങ്ങൾ വീട്ടിലുള്ള എല്ലാ കുട്ടികളോടും, ഞാൻ ഓഡിയൻസിനോടും പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളോട് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഓൾറെഡി ഇൻട്രാക്ട് ചെയ്യേണ്ട കാര്യമാണ്. നാളെ നിങ്ങളുടെ ടീച്ചറോ അല്ലെങ്കിൽ അയൽവക്കത്തുള്ള ചേട്ടനോ ആരെങ്കിലും ഒരാൾ നിങ്ങളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ബാഡ് ടച്ച് എന്താണെന്ന് അവർക്ക് അറിയില്ല. അവർ ബാഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പറഞ്ഞാൽ അപ്പം ആ ചേട്ടൻ പറയണം അല്ലെങ്കിൽ ആ ടീച്ചർ പറയണം നിങ്ങളോട്, നീ പറഞ്ഞാൽ നിൻ്റെ വീട്ടുകാരെയും കൊല്ലുമെന്ന് പറയും. എനിക്ക് അത്ഭുതം എന്താ അറിയോ, ഫസ്റ്റ് ട്രെയിനിങ് വന്ന പകുതി കുട്ടികളും പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ പറയില്ല. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾക്ക് പോലീസ് പറയാം, അല്ലെങ്കിൽ ടീച്ചറെ വിളിച്ചിട്ട് അമ്മേനോട് പറയണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ സാറോട് പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്കൊരു കോൺഫിഡൻസ് വീട്ടുകാരെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ എന്തുണ്ടെങ്കിൽ നിങ്ങളോട് പറയും. സോ ഇത്തരം കാര്യം ഞാൻ പറഞ്ഞില്ലേ, ബ്രെയിനിന് പ്രാക്ടീസ് ചെയ്യും പോലെ കുട്ടികളെയും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മേനോട് പറഞ്ഞാൽ മതി, അച്ഛനോട് പറഞ്ഞാൽ മതി, അച്ഛൻ അതിന് സൊല്യൂഷൻ കണ്ടെത്തിക്കോളാം. അച്ഛനെ കൊല്ലൊന്നുമില്ല, അവർ വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി. പക്ഷേ അത്ഭുതം എന്താ വെച്ചാൽ ഞങ്ങൾ ചോദിച്ച പകുതി കുട്ടികളും പറഞ്ഞത് അങ്ങനെയാണ്, ഞങ്ങൾ പറയില്ല, ഞാൻ പറയാതിരിക്കും, എനിക്ക് എൻ്റെ അമ്മയാണ് വലുത്, എനിക്ക് എൻ്റെ അച്ഛനാണ് വലുതെന്ന് പറഞ്ഞു. അവർക്ക് അറിയില്ല. സോ ഈ ട്രെയിനിങ് ഞാൻ പറയില്ല, ഈ ട്രെയിനിങ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, പബ്ലിക് സ്പീച്ച്, ഈ കോൺഫിഡൻസ്, ബോഡി ലാംഗ്വേജ് ഒക്കെ കേരളത്തിൽ ഒരുവിധം കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇതിൻ്റെ പോസിബിലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലരും ചെയ്യാത്തത്. യെസ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പം നമുക്ക് പേഴ്സണൽ ലൈഫിലേക്ക് വരുവാണെങ്കിൽ, കല്യാണം കഴിച്ചിട്ടില്ല, അപ്പോൾ എന്താണ് ഭാവി പരിപാടികളൊക്കെ? ഭാവി വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയനാണുള്ളത്. അച്ഛൻ നാട്ടിലൊരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ വേദവ്യാസ വിദ്യാനികേതനിൽ ടീച്ചറായിരുന്നു, ഇപ്പോൾ പോകുന്നില്ല, ഒരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറായിരുന്നു, ഇപ്പോൾ നിർത്തി വീട്ടിൽ തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് വരുമാനമൊക്കെ ആയാലും അമ്മേനോട് റെസ്റ്റ് എടുത്തോളം പറഞ്ഞു. ഒരു മോനാണ്? അല്ല, എനിക്കൊരു അനിയനുണ്ട്. അവനിപ്പം ലോജിസ്റ്റിക്സ് കഴിഞ്ഞിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ഇതിൽ വർക്ക് ചെയ്യണം. കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. ഫസ്റ്റ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, സെറ്റിൽ ആവണം, അതിനുശേഷം കല്യാണം കഴിക്കുക എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. വലിയ നടനായിട്ട് മതി കല്യാണം എന്നാണ്? അതെ അതെ, വലിയ നടന്നത് നമുക്കൊരു ഗോൾ സെറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും എനിക്കൊരു ഇത്ര ലക്ഷ്യങ്ങൾ, ഇപ്പോൾ ഒരു ഇത്രയും സിനിമകൾ ചെയ്യണം,
ഒരു ഇത്ര ലാംഗ്വേജിൽ സിനിമകൾ ചെയ്യണമെന്നുണ്ട്, അതുപോലെ എനിക്ക് ഫിനാൻഷ്യലി ബാക്കപ്പ് വേണം, ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവണം, ഫ്ലാറ്റ് എടുക്കണം, വീട് വേണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊരു ഇത്ര ടാർഗറ്റിനുള്ളിൽ എത്തിക്കണം, അതിനുശേഷം കല്യാണത്തിലേക്ക് ചിന്തിക്കാന്നാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. കുറെ മോഡൽസ് പ്രണയാഭ്യർത്ഥനയൊക്കെ നടത്തി ഇല്ല ഇല്ല ഇല്ല, പൊതുവേ ഉണ്ട്. നമ്മൾ കുറച്ചുണ്ടാവും ഈ പഠിപ്പിക്കുന്ന ചില ആൾക്കാർക്ക്, നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് ഈ പ്രേമം അല്ലെങ്കിൽ ഇൻഫാക്ച്വേഷൻ തോന്നും, അത് അവരുടെ ക്രഷ് തോന്നും. അപ്പം അത് അവരുടെ ഏജിലുള്ളതെന്ന് വിചാരിച്ച് നമ്മൾ കണ്ടില്ല എന്ന് വെക്കണം, പോകണം. കാരണം പുറത്ത് ഇത്രയും വലിയ ലോകമുള്ളപ്പോൾ നമ്മൾ സ്വന്തം എൻ്റെ ബ്രെഡിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. സോ ഒരു മോഡലിനോട് ഇല്ല, മോഡൽസുമായിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. അങ്ങനെ ഞാൻ കീപ്പ് ചെയ്യും. അതെപ്പോഴും നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്ത് പോകും. സിംഗിളാണ്. അത് സിംഗിളാണ്. അപ്പൊ ഇത് കാണുന്ന എല്ലാരും കാണുന്നവര് റെഡി ടു മിങ്കിൾ എന്ന് പറഞ്ഞു വരും. ഇല്ല, മിങ്കിൾ റെഡി ടു മിങ്കിൾ അല്ല. അപ്പം ഇനി ഏതൊക്കെ സിനിമകൾ ഇറങ്ങാനുണ്ട്? ഇനി അതാണ് ഏറ്റവും പ്രധാനം. എൻ്റെ അടുത്തൊരു ബ്ലിസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മൂവി, ഇംഗ്ലീഷ് ചെയ്ത സിബി തോമസ് എന്നുള്ള സാറായിരുന്നു. പുള്ളി ഓസ്ട്രേലിയക്കാരനാണ്. പുള്ളിയുടെ ബേസിൽ ഒരു പടം, ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ബേസിൽ ഒരു പടമുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് മൂവി. പിന്നെ മാജിക് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആക്ടർ ബാലയുടെ ഒക്കെ കൂടെ അതിൽ ഒരുപാട്, നമ്മുടെ രാജീവ് സാറായിരുന്നു ഡയറക്ടർ, കണ്ണൂർ. പുള്ളി ഓൾറെഡി പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്, മുമ്പ് സിദ്ദിഖിനൊക്കെ വെച്ചിട്ട് പടം ചെയ്തിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. അപ്പം പുള്ളിയുടെ മാജിക് മൊമെൻ്റ് എന്ന് പറഞ്ഞ പടം ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ റിലീസ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ അടുത്ത പ്രൊജക്റ്റ്. കള്ളുകൂടിയുടെ ആണോ മാജിക് മൊമെൻ്റ്? അല്ല 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 അല്ല, അത് കുറച്ച് സുഹൃത്തുക്കൾ. ഓ അങ്ങനെ മാജിക്, ആ ഒരു ഏറ്റവും മാജിക് ആയിട്ടുള്ള മൊമെന്റ് അർത്ഥം. നീ അങ്ങനെയല്ലേ ചിന്തിച്ചത്? അല്ല, മാജിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് യുവാക്കളുടെ സിനിമ തേടിയുള്ള യാത്രയുടെ ഒരു കഥയാണ്. നല്ല സിനിമയാണ്. ഓക്കെ, അതാണ് അടുത്ത സിനിമ ഉള്ളത്. പിന്നെ ട്രക്ക് എന്ന് പറഞ്ഞൊരു ഫുൾ ഫൈറ്റ് പടം ഉണ്ടായിരുന്നു. അത് ഒരുപാട് എഫേർട്ട് എടുത്ത പടമാണ്. പക്ഷേ അതിൽ ആർട്ടിസ്റ്റിന് ഇഞ്ചുറി ഒക്കെ ആയിട്ട് ഇപ്പം ആ പകുതിയിൽ സ്റ്റോപ്പ് ആയി നിൽക്കണം. എനിക്ക് ഏറ്റവും എക്സ്പെക്ടേഷൻ ഉള്ള പടമായിരുന്നു ട്രക്ക്. കാളിയൽ ഫസ്റ്റ് കാസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ അനൗൺസ് ചെയ്യാനായിട്ടില്ല, കാരണം സിനിമയുടെ കാര്യമാണ്, നമുക്ക് എപ്പോഴും ഒന്നും പറയാൻ പറ്റില്ല. അന്ന് ഞാൻ കാസ്റ്റിങ്ങിന് പോയിട്ട് അവിടെ നിന്ന് സെലക്ട് ആയി. പക്ഷെ അതിനുവേണ്ടി പിന്നെ ഞാൻ വാൾപ്പായിട്ട്, ഉറുമി വീശൽ, പടി വീശൽ, ഒരുപാട് സ്കില്ല് വീണ്ടും പഠിച്ചു. പക്ഷെ അത് 2 വർഷം മുമ്പായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത കേരളത്തിലൊരു കാസ്റ്റിംഗ് കാളിയുടെ. അപ്പം കാളിയും കഴിഞ്ഞിട്ട് ഞാൻ ഉറുമി വീശൽ, വടി വീശൽ, വാൾപ്പായിട്ട്, ഹോഴ്സ് റൈഡിങ്, ഇതൊക്കെ പഠിച്ചു വെച്ചു സ്കില്ല്. പക്ഷെ അന്ന് കാസ്റ്റിങ്ങിന് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ടെക്നിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമയിലേക്കുള്ള ചാൻസ് കൂടുതൽ കിട്ടാനില്ല. ഇപ്പം ഒരു കാസ്റ്റിങ്ങിന് 100 പേരെ കിട്ടി, അതിൽ നിന്ന് ഡാൻസ് അറിയുന്നവർ വേണം. അപ്പോൾ 20 പേർ പോയ 80 പേരായി. അതിൽ നിന്ന് ഫൈറ്റ് അറിയുന്നവർ വേണം, അതിൽ നിന്ന് 60 ആയി. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പം നമ്മൾ പ്രയോറിറ്റി കൂടി വരും ഈ സ്കില്ലുണ്ടെങ്കിൽ. സിനിമയ്ക്ക് വേണ്ടി പഠിച്ചത് ഇതൊക്കെ, സിനിമയ്ക്ക് വേണ്ടി പഠിച്ചു. പക്ഷെ ഇപ്പോൾ അതൊരു നല്ല സ്കില്ലായി. ആ സ്കില്ലിൻ്റെ ബേസിലാണ് ഇപ്പം ട്രക്ക് എന്ന് പറഞ്ഞ തമിഴ് പടത്തിൽ കയറിയത്. അങ്ങനെ ഇതൊക്കെയാണ് ഇനി ഇറങ്ങാനുള്ള സിനിമ. അപ്പോൾ മാജിക് മൊമെന്റ് ആണ് അടുത്ത പടം. ഇനി എല്ലാവരുടെയും സ്നേഹം സാറിനും ഉണ്ടാവണം, അതാണ് പറയുന്നത്. നേർച്ചപ്പെട്ടിയാണ് ആദ്യമായിട്ട് നായകനായത്. ഒരു ചെറിയ പടമായിരുന്നു മുള്ളംകൊല്ലി. ഇനി പടങ്ങളൊക്കെ മാജിക് മൊമെന്റ്. ഒരുപാട് സന്തോഷം. മോഡലിംഗ് കരിയറും സിനിമ ജീവിതമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു ബിൻഷയ്ക്ക്, താങ്ക് യു സോ മച്ച്.